കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. അവരെ വിലപ്പെട്ട സമയം ഞാൻ അപഹരിക്കുന്നില്ല. അവർക്ക് എൻ്റെ ഈ വേദി ഒഴിഞ്ഞെടുത്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയിൽ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അധികം സമയം എടുക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഈ സെമിനാറിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഹാപ്പി ഫാമിലി എന്ന ഈ വിഷയമാണ് ഇന്ന് സെമിനാറിൽ ഉള്ളത്. കുടുംബം, നല്ല സന്തുഷ്ട കുടുംബം, ഹാപ്പി ഫാമിലി എന്ന് പറയുമ്പോൾ സന്തുഷ്ട കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. ഇപ്പോഴൊക്കെ ഈ ആധുനിക കാലത്ത് നല്ല കുടുംബങ്ങളുടെ വാല്യൂ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ ഉള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഈ പരിപാടിയിൽ എന്നെ വിളിച്ചതിന് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമസ്കാരം. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിച്ചു കഴിഞ്ഞു. സ്വാഗതം ആശംസിച്ച നൗഫൽ മക്കരപ്പറമ്പ്, അധ്യക്ഷ പ്രസംഗം അലങ്കരിച്ച സിദ്ദീഖ് നെടുമോട്ടൂർ, ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശിഹാബ് താനാളൂർ, ആശംസ അറിയിച്ച് സംസാരിച്ച ഇർഷാദ് കൊണ്ടോട്ടി, ഹന ഫാത്തിമ, ഫരീദ, ശൈലേഷ്, മുഖ്യപ്രഭാഷണം നടത്തിയ ഷഫീഖ് പരപ്പനങ്ങാടി. ഈ പരിപാടിക്ക് എല്ലാവിധ നന്ദി അറിയിച്ചുകൊണ്ട് ഈ അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ പരിപാടി പിരിച്ചുവിട്ടായി അറിയിക്കുന്നു. പെർഫോമൻസാണ്, ഒരു രക്ഷയുമില്ല, വളരെ നന്നായിട്ടുണ്ട്. ഏതൊരു പരിപാടിയിലും ഒരു അധ്യക്ഷനാവാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് ഇവിടെ അദ്ദേഹം തെളിയിച്ചു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഷിഹാബിൻ്റെ ഉദ്ഘാടന പ്രസംഗമായിരുന്നു. നന്നായിട്ടുണ്ട്. വളരെ ചിന്തോദ്ദീപകമായ വാക്കുകളാൽ കുട്ടിയുടെ ചെറിയ കുസൃതിക്ക് കാരണം ഒന്ന് ചിന്ത പതറിപ്പോയി എന്നുള്ളതാണ്. അത് കാരണം കുഴപ്പമില്ല, എങ്കിലും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഷഫീഖ് പരപ്പനങ്ങാടി, രസകരമായിട്ട് അദ്ദേഹം നല്ല നല്ല സാഹിത്യ സമ്പുഷ്ടമായ വാക്കുകളാലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവിടെ അവതരിപ്പിച്ചത്. നന്നായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റി. പിന്നെ ഓരോരുത്തരും, നമ്മുടെ മോള് 2 വാക്കാണെങ്കിലും സംസാരിച്ചു. ശൈലേഷ് ചുരുക്കം ചില വാക്കുകളാൽ ആശംസ പറഞ്ഞു. പ്രിയപ്പെട്ട നമ്മുടെ ഇർഷാദ് ഇന്ന് ആദ്യമായിട്ട് വരികയാണ്. ആദ്യമായിട്ട് വരുമ്പോൾ 2 വാക്ക് പറഞ്ഞാൽ പിന്നെ വരുമ്പോൾ 4 വാക്ക് പറയും. അടുത്ത പ്രാവശ്യം അത് 6 ആവും 8 ആവും, അങ്ങനെ കൂടി വരും. നമുക്ക് ആദ്യം തന്നെ എന്തിനും ഒരു സമയമുണ്ടല്ലോ. നമ്മുടെ മോഹൻലാൽ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരു തെങ്ങും തൈ വെച്ച് കഴിഞ്ഞാൽ അതിന് തേങ്ങ കിട്ടണമെങ്കിൽ 3 വർഷം കഴിയണം. എന്തിനും ഒരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ കാത്തിരിക്കണം. ഒരു പഴം പഴുക്കാൻ അതിന് സമയമുണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി പറയും. അങ്ങനെ ഇനി വരുമ്പോൾ വിഷയത്തിൽ എന്തെങ്കിലും പഠിച്ചു വരണം. വിഷയം ഗ്രൂപ്പിലിടും. അപ്പോൾ 2